നാസർ, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഇസ്രായേൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കയ്യിലുള്ള ബന്ദികളെ ഇപ്പോൾ തന്നെ വിട്ടയക്കണമെന്നൊരു ആവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഈ ഗസയിലുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാതെ, അവർക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ നൽകാതെ ഒരിക്കലും മറ്റ് ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാവില്ല. ഇക്കാര്യം ഇസ്രായേലിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തിയോടുകൂടി ആക്രമണം നടത്താനുള്ള ഒരു ഇസ്രായേലിന്റെ ഒരു തന്ത്രമായി തന്നെ നമുക്കിതിനെ വ്യാഖ്യാനിച്ചുകൂടെ? അനീസ്, ഇതൊക്കെ ആണെങ്കിൽ പോലും പ്രായോഗികമായിട്ട് നമുക്കറിയാം എന്ത് സംഭവിച്ചു എന്ന്. കാരണം 15 മാസം നീണ്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള വംശീയമായിട്ടുള്ള വേട്ടയാണ് ഗസയുടെ മണ്ണിൽ നടന്നത്. പക്ഷെ അതിലൂടെ ഇസ്രായേൽ എന്ത് ലക്ഷ്യം വെച്ച് ഈ ബന്ദികളെ പൂർണ്ണമായിട്ടും സുരക്ഷിതമായിട്ട് ഇസ്രായേലിൽ എത്തിക്കുക, അതോടൊപ്പം തന്നെ ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുക, പിന്നെ ഭാവിയിലേക്കുള്ള ഇസ്രായേലിനുള്ള എല്ലാ വെല്ലുവിളികളെയും അമർച്ച ചെയ്യുക എന്ന പ്രഖ്യാപിതമായിട്ടുള്ള പല ലക്ഷ്യങ്ങളും ഈ ഗസ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ പോലും അവർ പറയുന്നത് ഹമാസിനെ തങ്ങൾ ഇല്ലായ്മ ചെയ്യുമെന്നാണ്. പക്ഷേ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ ഈ ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി നടന്ന 5 ബന്ദി കൈമാറ്റ വേളയിലും ഹമാസ് എത്ര ശക്തമായിട്ടാണ് ഇപ്പോൾ പോലും ഗസയിലെ ജനതയിലും വേര് പടർത്തിയിരിക്കുന്നത് എന്ന് വളരെ ബോധ്യപ്പെട്ടതാണ്. ഇത് ലോക ജനതയ്ക്ക് തന്നെ ബോധ്യപ്പെടുമാറാണ് ഇതിന്റെ ഈ ബന്ദി കൈമാറ്റമൊക്കെ നടന്നത്. അതുകൊണ്ട് വീണ്ടും ഹമാസിനെ ആക്രമണത്തിലൂടെ ഇല്ലായ്മ ചെയ്യുക, ഫലസ്തീൻ ജനതയെ അവിടെ നിന്ന് പുറന്തള്ളുക എന്ന പ്രഖ്യാപനങ്ങളൊക്കെ ഇപ്പോൾ ട്രംപ് ആയാലും നെതന്യാഹു ആയാലും അവരൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ പോലും പ്രായോഗികമായിട്ട് ഈ ജനതയെ 21 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ പിന്നെ എന്ത് സൈനിക നടപടിയിലൂടെ ആയാലും അവിടെ നിന്ന് തുരത്തുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നൊരു ഘട്ടത്തിൽ പോലും ഇസ്രായേലിലെ തന്നെ വലിയൊരു വിഭാഗവും ആവശ്യപ്പെടുന്നത് ഈ ബന്ദികളെ സുരക്ഷിതമായിട്ട് എത്തിക്കണമെങ്കിൽ സൈനികമായിട്ടുള്ളൊരു നടപടിയിലൂടെ ഒരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് പിന്നിട്ട 15 മാസങ്ങളിൽ തെളിഞ്ഞ കാര്യമാണ്. ആകെ കൂടി ഈ ബന്ദികളെ വിട്ടുകിട്ടിയിരിക്കുന്നതും വളരെ സുഗമമായിട്ട് ഈ ബന്ദി കൈമാറ്റം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹമാസിന് നൽകിയിരിക്കുന്ന വാക്കുകൾ ഇസ്രായേൽ നേതൃത്വം പാലിക്കേണ്ടതുണ്ട്. കാരണം തടവുകാരെ കൃത്യസമയത്ത് കൈമാറുക, ഗസയിലേക്ക് കൂടുതൽ ഭക്ഷ്യസഹായവും അതോടൊപ്പം തന്നെ വൈദ്യസഹായവും ഉറപ്പാക്കുക, 2ാം 3ും ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ കുറെ കൂടി സജീവമായിട്ട് ഇടപെടുക എന്നതുൾപ്പെടെ ഹമാസ് മുന്നോട്ട് വെച്ച ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ ബന്ദികൾ ജീവനോടുകൂടി തങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തണമെന്നാണ് ഇസ്രായേലിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വ്യക്തമാക്കുന്നത്. പക്ഷേ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും തീവ്ര വംശീയവാദികളും മാത്രമാണ് നെതന്യാഹുവിൻ്റെ ഒരു നിലപാടിനെ പിന്തുണയ്ക്കുന്നത്. ഇപ്പോൾ അമേരിക്ക നൽകിയിരിക്കുന്ന ഒരു ക്ലീൻ ചിട്ടുണ്ട്. അതായത് സൈനികമായിട്ട് എല്ലാവിധ പിന്തുണയും തങ്ങൾ നൽകാം. അതുകൊണ്ട് തന്നെ ആക്രമണത്തിലൂടെ ഗസയിലെ ഈ വീണ്ടും പിന്നെ ഈ ഗസക്കെതിരായിട്ടുള്ള ആക്രമണം പുനരാരംഭിക്കണം എന്നതുൾപ്പെടെയുള്ള അമേരിക്ക നൽകിയ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഒരു സൈനിക നടപടി എത്ര കാലം തുടർന്നാലും ഈ ബന്ദികളെ ആ അർത്ഥത്തിൽ തിരിച്ചു കിട്ടുക എളുപ്പമല്ല. അതുമാത്രമല്ല, ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുക എന്നതും പ്രായോഗികമല്ല എന്ന തിരിച്ചറിവ് നെതന്യാഹുവിനും ഇസ്രായേൽ നേതൃത്വത്തിനും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരും സമ്മർദ്ദ തന്ത്രം എന്ന നിലയ്ക്ക് മാത്രമാണ് എല്ലാ ബന്ദികളെയും ശനിയാഴ്ച വിട്ടുകിട്ടണമെന്ന ആ ട്രംപിന്റെ വാദത്തെ അവരും അംഗീകരിക്കുന്നത്. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ ശനിയാഴ്ച കരാർ പ്രകാരം 3 ബന്ദികളെ ഹമാസ് കൈമാറുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി മാറും. അതല്ല ഹമാസ് ബന്ദികളെ കൈമാറുന്നില്ലെങ്കിൽ പിന്നെ ആക്രമണം പുനരാരംഭിക്കാൻ ഇസ്രായേൽ നിർബന്ധിതമാകുമെന്നാണ് ഇന്ന് ചേർത്തിരിക്കുന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിലും നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ ഖത്തറും ഈജിപ്തും നടത്തുന്ന ആ ശ്രമങ്ങൾ എത്ര കണ്ട് വിജയിക്കുമെന്നത് പ്രസക്തമാണ്. അതിനുള്ള നീക്കങ്ങൾ തുടരുന്നുണ്ട്. പ്രഖ്യാപിതമായിട്ടുള്ള അറബ് ലീഗ് ഒരുമിച്ച് തന്നെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഗസയിൽ നിന്ന് ഈ ജനങ്ങളെ പുറന്തള്ളിക്കൊണ്ടുള്ള ഒരു പുനർനിർമ്മാണ പദ്ധതിയെയും അല്ലെങ്കിൽ ഗസ ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നീക്കത്തെയും തങ്ങൾ പിന്തുണയ്ക്കുകയില്ല എന്ന് അറബ് ലീഗും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ GCC നേതൃത്വവും അസന്നിഗ്ധമായിട്ട് ഈ അവസാനം പറഞ്ഞ ഈ കാര്യം തന്നെയാണ്. അറബ് ലീഗും ശക്തമായ നിലപാട് വിഷയത്തിൽ സ്വീകരിക്കുകയാണ്. അതായത് ഗസ കുടിയേറക്കൽ പദ്ധതി അംഗീകരിക്കാനാവില്ല എന്ന് അവർ വിളിച്ചു പറയും. ഒപ്പം തന്നെ US-ഉമായുള്ള ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന സൂചനകൾ, ഈജിപ്ഷ്യൻ രാജ്യങ്ങൾ വിട്ടുനിൽക്കുമെന്ന സൂചനകൾ കൂടി പുറത്തു വരികയാണ്. സ്വാഭാവികമായും ഇസ്രായേലിനോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് മേൽ കൂടി സമ്മർദ്ദം ചെലുത്തേണ്ടത് ഒരാവശ്യമായി അനിവാര്യതയായി കൂടി മാറുകയാണ്. ഈ സമ്മർദ്ദം എത്രത്തോളം ഫലപ്രദമാകാനുള്ള സാധ്യതയുണ്ട്?
അനീസ, തീർച്ചയായിട്ടും. കാരണം ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ അർത്ഥത്തിലും പിന്നെ അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അറബ് ലീഗ് രാജ്യങ്ങളിൽ പലതും അമേരിക്കയുമായിട്ട് സൗഹൃദത്തിൽ തന്നെയാണ്. പക്ഷെ അതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇപ്പോൾ ട്രംപ് അധികാരമേറ്റപ്പോൾ ആദ്യമായി അദ്ദേഹത്തെ ജോർദാനിലെ അബ്ദുല്ല രാജാവ് രണ്ടാമൻ ഇന്നലെ ചർച്ച നടത്തി. പക്ഷേ ചർച്ചയുടെ ഘട്ടത്തിലും തുടർന്നും അബ്ദുല്ല രാജാവ് രണ്ടാമൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഗസ പിന്നെ ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ്. അവരെ ഒരു നിലയ്ക്കും അവിടെ നിന്ന് കുടിയിറക്കാനോ അവരെ ഈജിപ്തോ അല്ലെങ്കിൽ തങ്ങളോ ജോർദാനോ ഏറ്റെടുക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതിന് പുറമെ കുറെ കൂടി സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജോർദാനിലെ അബ്ദുല്ല രാജാവ് രണ്ടാമനും അതോടൊപ്പം തന്നെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയും ഇപ്പോൾ ടെലിഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അറബ് ലീഗ് സെക്രട്ടറി ജനറലും ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു നിലയ്ക്കും ഈ ട്രംപിന്റെ പദ്ധതിയെ തങ്ങൾ അംഗീകരിക്കുകയില്ല. കാരണം അത് ഈ മേഖലയിൽ വലിയ തോതിലുള്ള പിന്നെ പ്രക്ഷുബ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അത് ഈ മേഖലയിലെ രാജ്യങ്ങളുടെ സ്ഥിരതയെ പിന്നെ പൂർണ്ണമായിട്ടും പിന്നെ പ്രയാസത്തിലാക്കും. അതുകൊണ്ട് ഈ മേഖലയുടെ കെട്ടുറപ്പും ഭാവിയും മുന്നിൽ കാണുന്നവർക്ക് ഈ ഫലസ്തീൻ ജനതകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള രാജ്യം അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട്. സ്വതന്ത്ര പിന്നെ ഫലസ്തീൻ രാഷ്ട്രം വരാതെ ഈ പ്രതിസന്ധി മാറുകയില്ല എന്ന് അറബ് ലീഗും GCC നേതൃത്വവും അതോടൊപ്പം തന്നെ OIC രാജ്യങ്ങളും ശക്തമായിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെ അമേരിക്കൻ പര്യടനം മാറ്റിവെച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പോലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ട്രംപ് മുന്നോട്ട് വെച്ച ഈ പദ്ധതി ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ആപൽക്കരമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ പദ്ധതിയുമായിട്ട് ഒരു നിലക്കും സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് ഈജിപ്ത് ഉൾപ്പെടെയുള്ള അറബ് ലീഗിലെ നേതൃത്വം ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അനീസ. യെസ്, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.